ഇതാണ് ബോൾട്ടിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ലോഞ്ച്ഡ് മസ്താങ് സീരീസിൽ വരുന്ന മസ്താങ് ടോർക്ക് സിൽവർ മോഡൽ ഒരു TWS. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന മസ്താങ് കാറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് പുറത്തിറക്കിയിട്ടുള്ള ഒരു ഡിസൈനാണ്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കളക്ടേഴ്സ് ഐറ്റമായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു TWS ആയിട്ടോ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് ഒഫീഷ്യലി ലൈസൻസ്ഡ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ ഫോർഡിൻ്റെ ഒരു സിമ്പലൊക്കെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് കംപ്ലീറ്റ്ലി ഇൻസ്പയർഡ് ബൈ മസ്താങ് ഡിസൈനാണ്. സോ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ മസ്താങ്ങിൻ്റെ ഒരു ലോഗോയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇനി ഇതൊരു യൂസർ മാനുവലാണ്. ഓക്കെ, അതിനുശേഷം ഇവിടെ നമുക്ക് കാണാൻ പറ്റും വെൽക്കം ടു ദ എക്സ്ക്ലൂസീവ് മസ്താങ് ഓണേഴ്സ് ക്ലബ് എന്ന്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര എക്സ്ക്ലൂസീവ് പ്രൊഡക്റ്റാണ്. ഇത് വളരെ ലിമിറ്റഡ് എഡിഷൻ പ്രൊഡക്റ്റാണ്. വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഇത് പുറത്തിറക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കളക്ട് ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ ഇതിനകത്ത് കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് വാറണ്ടിയാണ്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് മസ്താങ്ങിൻ്റെ കുറച്ച് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ കിട്ടും. അതൊന്ന് 2 3 പിന്നെ നിങ്ങൾക്കൊരു കാർഡ് കിട്ടും, എക്സ്ക്ലൂസീവ് ലിമിറ്റഡ് എഡിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള. പിന്നെ ചാർജിങ് കേബിളാണ്. പിന്നെ കുറച്ച് ബഡ്സ്, എക്സ്ട്രാ ബഡ്സും കിട്ടുന്നുണ്ട്. സോ ഇതാണ് നമ്മളുടെ പ്രൊഡക്റ്റ് വരുന്നത്. ഇവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റും മസ്താങ് എന്ന് പറയുന്ന ഒരു ലേബലിംഗ് കാണാൻ പറ്റും. അതിൻ്റെ മുകളിൽ ബോൾട്ടിൻ്റെ ലേബലിംഗ് ഉണ്ട്. ഇവിടെ അതിൻ്റെ ഒരു എംബ്ലം കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ ബാക്കിൽ 2 പോർട്ട് കൊടുത്തിട്ടുണ്ട് ചാർജിങ്ങിന് വേണ്ടിയിട്ട്. സൈഡിൽ 302 എന്ന് എഴുതിയിട്ടുണ്ട്. ആൻഡ് അതേപോലെ ഇത് കംപ്ലീറ്റ്ലി നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ഒരു കാറിൻ്റെ ഇൻസ്പിറേഷൻ ഉണ്ടെന്നുള്ള കാര്യം. ആൻഡ് ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഈ ഒരു സ്ട്രിപ്പ് ലൈറ്റ്സും കാറിൻ്റെ ഇൻസ്പയർഡ് ആണ്. ഓക്കെ, ഇത്രയുമാണ് ഡിസൈൻ വൈസ് നോക്കുന്ന സമയത്ത്. ഇതാണ് നമ്മളുടെ ബഡ് വരുന്നത്. ഓക്കെ, ബഡിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ടച്ച് കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എക്സ്ട്രീംലി ഇതിൻ്റെ ഇവിടെയും മസ്താങ്ങിൻ്റെ ഒരു ലേബലിംഗ് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇവിടെ നമുക്ക് ടച്ച് കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ പ്രൈസിങ് നോക്കുകയാണെന്നെങ്കിൽ 1799 ആണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നത്. 3 കളർ വേരിയൻസിൽ ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. ബ്ലൂ, യെല്ലോ, സിൽവർ, ഈ 3 കളർ വേരിയൻസ് ആണല്ലോ. നമ്മുടെ കയ്യിലുള്ളത് സിൽവർ വേരിയൻ്റ് ആണ്. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുന്ന സമയത്ത് 4 EQ മോഡ്സ് ഇതിൽ അവൈലബിൾ ആണ്. 60 ഹവേഴ്സിൻ്റെ പ്ലേറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൽ 13mm ഡ്രൈവേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ബ്ലൂടൂത്ത് 5.4ൻ്റെ സപ്പോർട്ടാണ്. SBC AAC സപ്പോർട്ട് കിട്ടുന്നുണ്ട്. SBC AAC സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമ്മുടെ TWSിലൊക്കെ SBC സപ്പോർട്ടാണ് വരുന്നത്. അഡീഷണൽ AAC സപ്പോർട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ ഓഡിയോ ക്വാളിറ്റി കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആയിട്ട് കിട്ടുന്നതാണ്. പിന്നെ ഇതിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. 10 മിനിറ്റ് ചാർജ് ചെയ്താൽ നിങ്ങൾക്ക് ഏകദേശം 120 മിനിറ്റിൻ്റെ പ്ലേറ്റും കിട്ടും. പിന്നെ 45 ms ലോ ലേറ്റൻസി ആണ് ഈ ഒരു ഡിവൈസിലുള്ളത്. അതേപോലെ കോഡ് മൈക്ക് സെറ്റപ്പ് ഉണ്ട്. ENC സപ്പോർട്ട് ഉണ്ട്. IPX5 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് ഈ ഒരു ഡിവൈസ് വരുന്നത്. പിന്നെ നമുക്ക് വോയിസ് അസിസ്റ്റൻറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഫീച്ചർ ഇതിലുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബഡ്സിനകത്തിൽ തന്നെ നമുക്ക് കൺട്രോൾസും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ഡിവൈസ് നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിലും അതേപോലെ തന്നെ നിങ്ങൾക്ക് ബോൾട്ടിൻ്റെ വെബ്സൈറ്റിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ തന്നെ ഇവിടെ ടാഗ്സിലും എവിടെയെങ്കിലുമൊക്കെ കൊടുത്തേക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം.